എറണാകുളം മൂവാറ്റുപുഴ പടമ്പച്ചേരി ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. 15-കാരനായ സാം എൽദോസിനെയാണ് കാണാതായത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3 കുട്ടികളാണ് ഒരുമിച്ച് ഇവിടെ പുഴയിൽ കുളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയത്. ഇതിലൊരു കുട്ടിയാണ് സാം എൽദോ എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമും കോതമംഗലത്തു നിന്നും മോട്ടൂരിൽ നിന്നുമുള്ള ടീമും പോലീസും എല്ലാം ചേർന്നുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ പറമ്പച്ചേരി ചെക്ക് ഡാം അവിടെ വലിയ വെള്ളക്കെട്ടാണോ? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എങ്ങനെയാണ് ഈ കുട്ടി വെള്ളത്തിൽ വീണത്? വൈകിട്ടാണ് ഈ 3 കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർ സുഹൃത്തുക്കളോടൊപ്പം അവിടെ കുളിക്കാനായിട്ട് ഇറങ്ങിയത്. പക്ഷേ ആഴമുള്ള ഭാഗത്ത് വെച്ച് ഈ സാം എൽദോസ് എന്ന് പറയുന്ന 15 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെയാണ് ആ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ അവിടെ തിരച്ചിലിനായി ആദ്യഘട്ടത്തിൽ എത്തുന്നത്. ഇതേ സമയം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചിരുന്നു. നാട്ടുകാർക്ക് ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഉൾപ്പെടെ വൈകുന്നേരം ഇരുട്ട് വീഴുന്നവരെ അവിടെ തിരച്ചിൽ നടത്തി. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാളെ പുലർച്ചെ വീണ്ടും തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനം. പുളിന്താനം ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സാമ. കാളിയാർ പുഴയിൽ നല്ല ഒഴുക്കുള്ള സമയമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് ചെക്ക് ഡാമിന്റെ താഴോട്ട് വെള്ളം കുത്തിയൊലിച്ചു വരുന്നതിനാൽ വളരെ വേഗത്തിൽ ഒഴുക്കിൽപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇതാകാം അപകടത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് നിലവിൽ നാട്ടുകാരുടെയും സംശയം. 10ാം ക്ലാസ് വിദ്യാർത്ഥി 15 വയസ്സുള്ള സാം എൽദോസിനെയാണ് കാണാതായത്. മറ്റു 2 കുട്ടികളെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി. പക്ഷേ സാമിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അഗ്നിരക്ഷാസേനയും ഒക്കെ ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ വിവരങ്ങളൊന്നുമില്ല എന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന്.